ഹലോ ഓൾ, CUET-ക്ക് അപ്ലൈ ചെയ്യാനുള്ള ഏതാനും ദിവസങ്ങൾ കൂടെ ബാക്കിയുള്ളൂ. ഒരുപാട് ആളുകൾക്ക് ഞാൻ മുന്നേ തന്നെ വീഡിയോസൊക്കെ ചെയ്ത സമയത്ത് ഒരുപാട് സംശയങ്ങളുണ്ടായിരുന്നു. എസ്പെഷ്യലി CUET വഴി ബിടെക്കിലേക്ക് എങ്ങനെയാണ് അഡ്മിഷൻ നേടുക, ഏതൊക്കെ എക്സാമിനേഷൻസ് എഴുതണം, ബിടെക് കമ്പ്യൂട്ടർ സയൻസ് ഉള്ള സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് ഏതൊക്കെയാണ്, അങ്ങനെ ഒരുപാട് ഡൗട്ടുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് കവർ ചെയ്യുന്ന ഒരു വീഡിയോ ആണിത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് തന്നെ ഓരോ യൂണിവേഴ്സിറ്റി എടുത്തിട്ട് എങ്ങനെ ചെക്ക് ചെയ്യാം ബിടെക് എവിടെയൊക്കെയാണുള്ളത്, അല്ലെങ്കിൽ ഏതൊക്കെ കോഴ്സുകൾ ഏതൊക്കെ കോളേജുകളിലുണ്ട്, ആൻഡ് അതുപോലെ തന്നെ ഏതൊക്കെ യൂണിവേഴ്സിറ്റീസിൽ ഓരോ സബ്ജക്ട് കോമ്പിനേഷൻസ് നമ്മൾ ഏതൊക്കെ സെലക്ട് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇത് കുറച്ച് ലെങ്തി ആയിരിക്കും, പക്ഷേ നിങ്ങൾ ഇൻഫർമേഷൻ ആവശ്യമുള്ള ആളുകൾ മുഴുവനായിട്ടും കാണുക. ആദ്യമായിട്ട് നമ്മുടെ NTA വെബ്സൈറ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാകും. ഇവിടെയാണ് രജിസ്ട്രേഷൻ ഒക്കെ ചെയ്യേണ്ടത്. ഓൾറെഡി നിങ്ങൾ മേ ബി ചെയ്തിട്ടുണ്ടാവാം, അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാത്ത ആളുകൾ അത് എത്രയും പെട്ടെന്ന് തന്നെ കംപ്ലീറ്റ് ചെയ്യുക. ഇനി ആകെ 3-4 ദിവസങ്ങൾ ബാക്കിയുള്ളൂ. ഇനി അതുപോലെ തന്നെ പാർട്ടിസിപ്പേറ്റിംഗ് യൂണിവേഴ്സിറ്റീസ്, ഇവിടെ നിങ്ങൾക്ക് ഈ യൂണിവേഴ്സിറ്റീസ് എന്ന് പറയുന്ന ടാബിലേക്ക് വന്നു കഴിഞ്ഞാൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റീസിൻ്റെ എന്ത് കാണാം, ലിസ്റ്റ് കാണാം. അത് 5 കാറ്റഗറി ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. സെൻട്രൽ യൂണിവേഴ്സിറ്റീസിൽ തുടങ്ങി അതർ ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് വരെ CUET വഴി അഡ്മിഷൻസ് നടക്കുന്നുണ്ട്. ആൻഡ് ഇതിൻ്റെ ഇൻഫർമേഷൻ ബ്രോഷർ എല്ലാവരും കണ്ടിട്ടുണ്ടാകും. അതിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഒന്ന് എക്സാമിൻ്റെ ഡീറ്റെയിൽസ് മറ്റൊക്കെ തന്നെയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും അതുപോലെ തന്നെ ഡേറ്റ് ആക്ച്വലി എപ്പോഴാണ്, മാർച്ച് 22-നാണ് അപ്ലൈ ചെയ്യേണ്ട അല്ലെങ്കിൽ രജിസ്ട്രേഷൻ സബ്മിറ്റ് ചെയ്യേണ്ട, ആപ്ലിക്കേഷൻ ഫോം സബ്മിറ്റ് ചെയ്യേണ്ട അവസാനത്തെ ഡേറ്റ്. ഫീസ് അടക്കേണ്ടത് 23 മാർച്ചിനാണ്. പിന്നെ കറക്ഷൻസ് വരും 24 മുതൽ 26 വരെ. ബാക്കി ഹോൾ ടിക്കറ്റ്, സിറ്റി കാര്യങ്ങളൊക്കെ പിന്നീട് അറിയിക്കുന്നതാണ്. എക്സാമിനേഷൻ മെയ് 8 മുതലാണ് എന്ത് ചെയ്യുക, സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ JEE മെയിൻ ഒക്കെ കഴിഞ്ഞ് കീമും കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് CUET-ക്ക് എന്ത് ചെയ്യാം, എഴുതാൻ പറ്റും. ഈ കാണുന്നതാണ് അവിടുത്തെ എക്സാമിന് വേണ്ടിയുള്ള ഫീസ്. 3 സബ്ജക്റ്റ് വരെ 1000 രൂപയാണ്. ജനറൽ കാറ്റഗറീസിന് 900 ഉണ്ട്, 800 ഉണ്ട്. അതുപോലെ തന്നെ ഔട്ട്സൈഡ് ഇന്ത്യയിൽ എഴുതുന്നവർക്ക് 4500. ഓരോ അഡീഷണൽ സബ്ജക്റ്റിനും 400, 375 എന്ന രൂപത്തിൽ ആഡ് ചെയ്യേണ്ടി വരും. ഓക്കെ, രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആക്കി. ടോട്ടൽ 37 സബ്ജക്റ്റുകളിൽ എക്സാമിനേഷൻസ് നടക്കുന്നുണ്ട്. അതിൽ തന്നെ 13 ലാംഗ്വേജുകളിൽ നിങ്ങൾക്ക് എക്സാമുകൾ എഴുതാം. അതിൽ 3 കാറ്റഗറിയിലാണ് നമ്മൾ ഈ സിലബസ് സെലക്ട് ചെയ്യുക. ഒന്ന് ലാംഗ്വേജ് സബ്ജക്റ്റ് ആണ്. അതാത് കോഴ്സുകളിലേക്ക് നിങ്ങൾക്ക് ആവശ്യമുള്ള ലാംഗ്വേജിൻ്റെ എക്സാം നിങ്ങൾ എഴുതണം. പിന്നുള്ളത് ഡൊമൈൻ സബ്ജക്റ്റുകളാണ്. അത് ഓരോ കോഴ്സ് സ്പെസിഫിക് ആയിട്ട് അതിൻ്റെ കോർ സബ്ജക്റ്റുകളാണ് അതിലുണ്ടായിരിക്കുക. പിന്നെ ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, ചില കോഴ്സുകളിലേക്ക് നമ്മൾ ഇത് എഴുതണം. ജനറൽ നോളജ്, കറണ്ട് അഫയേഴ്സ് ഒക്കെ വരുന്ന ഒരു ജനറൽ എക്സാമാണ്. മെൻ്റൽ എബിലിറ്റി, ക്വാണ്ടിറ്റേറ്റീവ് റീസണിങ് എല്ലാം ഇൻക്ലൂഡഡ് ആയിട്ടുള്ള പേപ്പറാണ്. ചോയ്സ് ഓഫ് ടെസ്റ്റ് പേപ്പർ നിങ്ങൾക്ക് മാക്സിമം 5 പേപ്പറാണ് ഒരു കുട്ടിക്ക് എഴുതാൻ പറ്റുക. അതിൽ തന്നെ ഇൻക്ലൂഡിങ് ജനറൽ ആപ്റ്റിറ്റ്യൂഡും ലാംഗ്വേജും എല്ലാം അടക്കം 5 എക്സാമിനേഷൻസ് ആണ് ഒരാൾക്ക് എഴുതാൻ സാധിക്കുക. ആൻഡ് ഇതിൻ്റെ മാർക്കിംഗ് സ്കീം ശരിയായി കഴിഞ്ഞാൽ 5 മാർക്കും, നെഗറ്റീവ് തെറ്റിക്കഴിഞ്ഞാൽ -1 മാർക്കുമുള്ള എക്സാമാണ്. കമ്പ്യൂട്ടർ ബേസ്ഡ് ആണ്. ഓരോ പേപ്പറിലും 50 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടായിരിക്കുക. അത് 60 മിനിറ്റിൻ്റെ എക്സാമാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ 5 എക്സാം എഴുതുന്നുണ്ടെങ്കിൽ ഡിഫറെൻറ്റ് ഷിഫ്റ്റുകളിലായിരിക്കും നിങ്ങളുടെ എന്തുണ്ടായിരിക്കുക, എക്സാമിനേഷൻസ് ഉണ്ടായിരിക്കുക. ആ സമയത്തൊക്കെ പോയിട്ട് 1 ഹവറിൻ്റെ എക്സാം വീതമായിരിക്കും നിങ്ങൾ എഴുതേണ്ടി വരിക. പിന്നെ ഹോൾ ടിക്കറ്റ് കിട്ടുമ്പോൾ നമുക്ക് മനസ്സിലാവും ഒരു ദിവസം തന്നെ എല്ലാം എഴുതാൻ പറ്റുമോ എന്നുള്ളത് നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, ഇനി മുന്നോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ കൂടുതൽ ബാക്കി ഡീറ്റെയിൽസ് എല്ലാം അവൈലബിൾ ആണ്. നിങ്ങൾക്ക് വായിച്ച് നോക്കാം. യൂണിവേഴ്സിറ്റീസിൻ്റെ പേരും തുടങ്ങിയ കാര്യങ്ങളെല്ലാം അവൈലബിൾ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മാർക്കിംഗ് സ്കീമും എക്സാമിനേഷൻസിൻ്റെ പാറ്റേൺ കാര്യങ്ങളൊക്കെ ഇവിടെ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പോകുന്നത് എന്തിലേക്കാണ്, കോളേജുകളിലേക്കും അവിടുത്തെ കോഴ്സുകളിലേക്കുമാണ്. അപ്പോൾ ഇതിൽ ഓരോന്നും ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് എന്ന് പറഞ്ഞ് ലിസ്റ്റ് ചെയ്തിട്ടുള്ള കോളേജുകൾ, യൂണിവേഴ്സിറ്റീസിൻ്റെ പേരുകൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ കാണാം. സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. അപ്പോൾ അതിൽ ചിലതിലൊക്കെ ആക്ച്വലി ഒരുപാട് നല്ല കോഴ്സുകളുണ്ട്. എസ്പെഷ്യലി ഞാൻ 1-2 എക്സാമ്പിൾസ് എടുക്കാം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയാണ്, നിങ്ങൾക്ക് ഒറ്റയ്ക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഇതിൽ ഓരോ യൂണിവേഴ്സിറ്റിയും ഓപ്പൺ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതാത് PDF-കൾ കിട്ടും. ഓക്കെ, അപ്പോൾ ഞാനിവിടെ സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് കുറച്ചെണ്ണം ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ബീഹാറുള്ള മഹാത്മാഗാന്ധി സെൻട്രൽ യൂണിവേഴ്സിറ്റിയാണ്. അവിടെ BCom അഡ്മിഷൻ ഉണ്ട്. അതിൽ നിങ്ങൾ എഴുതേണ്ട എക്സാം അക്കൗണ്ടൻസി ഓർ മാത്തമാറ്റിക്സ് ആണ്. അക്കൗണ്ടൻസി ആൻഡ് മാത്തമാറ്റിക്സ് ആണ്. അതുപോലെ തന്നെ BTech ഇൻ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് 5-year MTech പ്രോഗ്രാം ഉണ്ട്. ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള MTech പ്രോഗ്രാം ഉണ്ട് കമ്പ്യൂട്ടർ സയൻസിൽ. BTech റിവ്യൂ അവാർഡ് ഇഫ് എക്സിറ്റ്സ് ആഫ്റ്റർ 4 years. അവിടെ നിങ്ങൾ എഴുതേണ്ടത് ഫിസിക്സും മാത്തമാറ്റിക്സും പിന്നെ കമ്പ്യൂട്ടർ ഓർ ബയോളജി ഓർ കെമിസ്ട്രി എന്ന് പറയുന്ന 4 എണ്ണത്തിൽ ഏതെങ്കിലും ഒന്നും കൂടിയാണ് എഴുതേണ്ടത്. അപ്പോൾ അവിടെ നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ലാംഗ്വേജോ മറ്റോ എഴുതേണ്ട ആവശ്യമില്ല. അണ്ടർസ്റ്റുഡ്. ഇനി ഇതാണ് ഒരു BTech-ൻ്റെ എക്സാമ്പിൾ. ഇതുപോലെ ഓരോരോ യൂണിവേഴ്സിറ്റീസ് നിങ്ങൾ ഓപ്പൺ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കാണാം, നിങ്ങൾക്ക് അവിടുത്തെ കോഴ്സുകൾ കാണാം. അതിൽ തന്നെ BTech ചെക്ക് ചെയ്യണമെങ്കിൽ ചെക്ക് ചെയ്യാം. ഇത് രണ്ടാമത്തതായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് പഞ്ചാബ് ആണ്. അവിടേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെയും BTech ഇൻ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ഉണ്ട്. നിങ്ങൾക്ക് തന്നെ നോക്കിയാൽ കാണാം. നിങ്ങൾ എഴുതേണ്ട എക്സാം അവിടെ നിങ്ങൾ സെലക്ട് ചെയ്യേണ്ട ഡൊമൈൻ സബ്ജക്റ്റുകൾ ഫിസിക്സും മാത്തമാറ്റിക്സ് ആർ കമ്പൽസറി എലോങ് വിത്ത് വൺ ഓഫ് ദി ഫോളോയിങ് സബ്ജക്ട്, കെമിസ്ട്രിയോ ബയോടെക്നോളജിയോ ബയോളജി, അതുപോലെ അതിൽ ഏതെങ്കിലും ഒന്നും കൂടെ എഴുതി കഴിഞ്ഞാൽ മതി. വേറെ നമ്മൾ എന്ത് ചെയ്യേണ്ട, ജനറൽ ആപ്റ്റിറ്റ്യൂഡ് മറ്റും എഴുതേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് പഞ്ചാബിലെ കേസ്. ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ആന്ധ്രാപ്രദേശ് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെയും നിങ്ങൾക്ക് ആക്ച്വലി BTech കോഴ്സുകൾ കാണാം. ഇവിടെ BSc ഓണേഴ്സ്
കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന കോഴ്സ് ഉണ്ട്. അതുപോലെ ബിടെക് ഇൻ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ഉണ്ട്. അവിടെ നിങ്ങളുടെ ഡൊമൈൻ സബ്ജക്റ്റുകളാണ് നിങ്ങളോട് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. പേപ്പർ കോഡ് വേറെ തന്നിട്ടുണ്ട്. ഇതും ആക്ച്വലി എന്താണ്, ഫിസിക്സും കെമിസ്ട്രിയും അഗെയിൻ മാത്തമാറ്റിക്സും തന്നെ എഴുതിയാൽ മതി. അടുത്ത യൂണിവേഴ്സിറ്റിയിലേക്ക് പോകുകയാണെങ്കിൽ വാരണാസിയിലുള്ള നമ്മുടെ ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയിൽ ബിടെക് കോഴ്സുകളുണ്ട്. അത് ബിടെക് ഇൻ ഡയറി ടെക്നോളജിയാണ്, ബിടെക് ഇൻ ഫുഡ് ടെക്നോളജി ഉണ്ട്, അതുപോലെ തന്നെ ബാച്ചിലർ ഓഫ് വൊക്കേഷൻ ഇൻ ഫാഷൻ ടെക്നോളജി ഉണ്ട്. അപ്പോൾ ഈ 2 ബിടെക്കിലേക്ക് നിങ്ങൾ എഴുതേണ്ട എക്സാം കെമിസ്ട്രി എഴുതണം, പിന്നെ മാത്സ് എഴുതണം, ഫിസിക്സ് എഴുതണം. അഗെയിൻ PCM ആണ്. അപ്പോൾ നമ്മുടെ ഗവൺമെൻറ് അല്ലെങ്കിൽ സെൻട്രൽ യൂണിവേഴ്സിറ്റീസിലേക്കുള്ള ബിടെക് എക്സാമുകളിൽ മോസ്റ്റ് ഓഫ് ദം നമ്മൾ PCM മാത്രം എഴുതിയാൽ മതി എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അഗെയിൻ ഒരു എക്സാമ്പിളും കൂടെ എടുക്കുന്നു. പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾക്ക് ബിടെക് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ഉണ്ട്. അവിടെയും നിങ്ങൾ മാത്തമാറ്റിക്സും ഫിസിക്സും ആൻഡ് കെമിസ്ട്രി ഓർ കമ്പ്യൂട്ടർ സയൻസ് അതിലേതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. കെമിസ്ട്രി ഇഷ്ടമില്ലാത്ത ആളുകൾക്ക് വേണമെങ്കിൽ കമ്പ്യൂട്ടർ സയൻസിൽ എന്ത് ചെയ്യാം, CUETയുടെ എക്സാം എഴുതാം. ആ 3 വെച്ചിട്ട് നിങ്ങൾക്ക് അഡ്മിഷൻസ് ആക്ച്വലി എന്താണ് പോസിബിൾ ആണ്. എനർജി സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് പറയുന്ന ബ്രാഞ്ച് പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിലുണ്ട്. മെറ്റീരിയൽ സയൻസ് ആൻഡ് ടെക്നോളജി ഉണ്ട്. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗ് ഉണ്ട്. ആൻഡ് ബിടെക് ആൻഡ് MBA 5 ഇയർ ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാം ഉണ്ട്. കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ബിസിനസ് സിസ്റ്റംസ്. അവിടെ മാത്തമാറ്റിക്സ് ആണ് നിങ്ങൾ ആക്ച്വലി എന്ത് ചെയ്യേണ്ടത്, എക്സാം എഴുതേണ്ടത്. ഓർ അപ്ലൈഡ് മാത്തമാറ്റിക്സ്, ഇത് രണ്ടിൽ ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ. അപ്പോൾ ഇതാണ് ബേസിക്കലി ബിടെക് അഡ്മിഷൻസിലേക്ക് നമ്മുടെ CUET വഴി നോക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അതിൽ ഓരോ യൂണിവേഴ്സിറ്റിയും ഓപ്പൺ ചെയ്തുകൊണ്ട് എങ്ങനെയാണ് നമ്മൾ സബ്ജക്ട് കോമ്പിനേഷൻസ് മനസ്സിലാക്കുക. ഇത് യൂണിവേഴ്സിറ്റി അഗെയിൻ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ജാർഖണ്ഡ് ആണ്. ഇങ്ങനെ ഒരുപാടെണ്ണം വരുന്നുണ്ട്. അണ്ടർസ്റ്റുഡ്. അപ്പോൾ ഇവിടുത്തെ ബിടെക്കിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെയും കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ഉണ്ട്. ഫിസിക്സ്, കെമിസ്ട്രി ആൻഡ് മാത്തമാറ്റിക്സ് ഓർ അപ്ലൈഡ് മാത്തമാറ്റിക്സ് നിങ്ങൾക്ക് സെലക്ട് ചെയ്തിട്ട് എഴുതാം. താഴേക്ക് വരികയാണെങ്കിൽ സിവിൽ എഞ്ചിനീയറിംഗ് ഉണ്ട്, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഉണ്ട്, മെറ്റലർജി ആൻഡ് മെറ്റീരിയൽ എഞ്ചിനീയറിംഗ് ഉണ്ട്. അതിൻ്റെ സബ്ജക്ട് കോമ്പിനേഷൻസ് എല്ലാം സെയിം ആണ്. അപ്പോൾ ഇവിടെ ഒന്നും നമ്മൾ ജനറൽ ആപ്റ്റിറ്റ്യൂഡോ അല്ലെങ്കിൽ ഇംഗ്ലീഷോ എഴുതേണ്ട ആവശ്യം ഇല്ല. പിന്നെ എവിടെയാണ് നമുക്ക് CUET വഴി നമ്മൾ ബിടെക് സെലക്ട് ചെയ്യുന്ന സമയത്ത് എവിടെയാണ് നമ്മൾ ഈ പറയുന്ന ജനറൽ ആപ്റ്റിറ്റ്യൂഡ് എഴുതേണ്ടി വരിക. അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിൾ ഞാൻ എടുക്കാം. ഞാൻ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസിൽ പോയിട്ട് ഒരു അമിറ്റി യൂണിവേഴ്സിറ്റി ഞാൻ ഓപ്പൺ ചെയ്യുകയാണ്. അമിറ്റി യൂണിവേഴ്സിറ്റി ഓപ്പൺ ചെയ്തിട്ട് ഇതൊക്കെ നിങ്ങൾക്ക് ചെയ്ത് നോക്കാം കേട്ടോ. ഇത് മുഴുവനായിട്ട് എൻ്റയർ PDF ഇവിടെ കവർ ചെയ്യാന്നുള്ളത് പോസിബിൾ അല്ല, നിങ്ങൾ തന്നെ ചെയ്ത് നോക്കേണ്ട കാര്യമാണ്. അവിടെ BA കോഴ്സുകൾ കഴിഞ്ഞ് നമ്മൾ താഴേക്ക് സ്ക്രോൾ ഡൗൺ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് കാണാം, ബിടെക് കോഴ്സുകൾ ആക്ച്വലി നമുക്ക് കാണാൻ പറ്റും. ഒരുപാട് BSc കോഴ്സുകളുണ്ട്. പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയാണ്. ബിടെക് ബാച്ചിലർ ഓഫ് ടെക്നോളജി എത്തി. എയ്റോസ്പേസ് എഞ്ചിനീയറിംഗിൽ കണ്ടോ, അതായത് ഇവിടെ നമ്മൾ ഇംഗ്ലീഷ് എഴുതണം. അതായത് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസിലേക്ക് വരുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ എന്ത് എഴുതേണ്ടി വരും, ലാംഗ്വേജും കൂടെ എഴുതേണ്ടി വരും. അങ്ങനെ ഓരോ യൂണിവേഴ്സിറ്റീസിനും ഇത് ആക്ച്വലി സ്പെസിഫിക് ആണ്. മോസ്റ്റ് ഓഫ് ദി സെൻട്രൽ യൂണിവേഴ്സിറ്റീസിനും PCM മാത്രം മതി. അതിൽ കെമിസ്ട്രിക്ക് പകരം നിങ്ങൾക്ക് വേറെ പലതും ഓപ്ഷനിലായിട്ട് ഏതെങ്കിലും എഴുതിയാൽ മതി എന്നുള്ള ഓപ്ഷൻസ് അടക്കം നിങ്ങളിപ്പോൾ നേരത്തെ കണ്ടു. അപ്പോൾ അത് ഓരോന്നും എടുത്ത് നോക്കിയാലേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, മനസ്സിലാക്കാൻ സാധിക്കുകയും. ഓക്കെ, അപ്പോൾ ഇവിടെ അമിറ്റി യൂണിവേഴ്സിറ്റിയിലാണെങ്കിലും ഇംഗ്ലീഷ് എഴുതണം എന്നേ ഉള്ളൂ. പക്ഷേ എന്ത് എഴുതണ്ട, ജനറൽ ആപ്റ്റിറ്റ്യൂഡ് എഴുതണമെന്നില്ല. നേരെ മറിച്ച് നിങ്ങൾ വേറെ ഞാൻ നേരത്തെ എടുത്തിട്ടുള്ള പലതിലും നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ BA പൊളിറ്റിക്കൽ സയൻസ് എടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് എഴുതണം, ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എഴുതണം. ടെസ്റ്റ് BBAക്ക് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ എവിടെയാണ്, ആന്ധ്രാപ്രദേശിലെ സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എഴുതണം. സോ ദിസ് ഈസ് ഹൗ നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ഈ ഡൊമൈൻ സബ്ജക്റ്റുകളും അതുപോലെ ഓരോ യൂണിവേഴ്സിറ്റിയിലെയും കോഴ്സുകളും ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കുന്ന മെത്തേഡാണിത്. ഇനി ഏതാനും ദിവസങ്ങളെ ബാക്കിയുള്ളൂ. അപ്പോൾ BSc കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് ജോയിൻ ചെയ്യാനുള്ള ആളുകൾക്ക് എന്ത് എഴുതിയാൽ മതി, ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് മാത്രം എഴുതിയാൽ മതി BScക്ക് ജോയിൻ ചെയ്യാൻ. PCMൽ എക്സാം എഴുതണ്ട. നേരെ മറിച്ച് അതേ യൂണിവേഴ്സിറ്റിയിൽ തന്നെ ബിടെക് ഇൻ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിന് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഡൊമൈൻ സബ്ജക്റ്റുകൾ എഴുതാം. ഓക്കെ, ഇതാണ് പ്രത്യേകത. എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഇങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കി മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള എക്സാമുകൾ എഴുതാൻ വേണ്ടി ഫീസ് അടച്ച് അപ്ലൈ ചെയ്യുക. 23 ഫീസ് അടക്കേണ്ട അവസാന ദിവസം. എന്നാൽ നമ്മുടെ ആപ്ലിക്കേഷൻ ഫോം സബ്മിറ്റ് ചെയ്യാൻ 22 ഡേറ്റ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതാണ് ബേസിക്കലി CUETയെ കുറിച്ച് പറയാനുള്ളത്. എല്ലാവർക്കും ഡൗട്ടുകൾ മാക്സിമം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. എന്നാലും ഇനിയും ഡൗട്ടുകൾ ചിലപ്പോൾ ബാക്കി ഉണ്ടാവുക, നിങ്ങൾ കമൻറ്റിൽ ചോദിക്കുക. ഓൾറെഡി CUETക്ക് അപ്ലൈ ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സ് തന്നെ പലതും ആൻസേഴ്സ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ഞാനും പരമാവധി എന്ത് ചെയ്യാം, നിങ്ങളുടെ സംശയങ്ങൾക്ക് ആൻസർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. ഓക്കെ, താങ്ക് യു.